ആ എന്തേട്ടാ? സാർ രക്തമ്മയുടെ പേരിൽ ഒരു പാഴ്സലുണ്ട്. അയ്യോ അമ്മ ഇവിടെ ഇല്ലല്ലോ. അത് ഉപ്പിട്ട് മേടിക്കണം സാർ. അമ്മ മാവേലിത്തറ പോയിരിക്കുക. ആ കുഴപ്പമില്ല, ഞാൻ ഉപ്പിട്ടുള്ള. ഇല്ല സാർ, അത് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടേ. അത് മിലിറ്ററിയിൽ നിന്ന് വന്ന ഒരു പാഴ്സലാണ്. അല്ല ഞാൻ മോനല്ലേ. അത് ശരിയാവത്തില്ല. ശരിയാവത്തില്ല. ഞാൻ ഒപ്പിട്ടാലും മതി ചേട്ടാ. ഒരു പാഴ്സൽ വന്നത്. അതെ, അമ്മയ്ക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട്. അത് ശരി, അങ്ങനെ ഒപ്പിട്ടാ പോരെ? പറ്റില്ല, മിലിറ്ററിയിൽ നിന്ന് വന്നതാ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അമ്മയും കൊണ്ട് ഓഫീസിൽ വന്നാൽ മതി. അമ്മ ഇനിയിപ്പോ ഇന്ന് വരില്ലാന്ന്. അപ്പൊ ഇന്ന് വരൂല അമ്മ. വരുമ്പോ കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല. അവിടെ കാണും. അത് കുഴപ്പമില്ല, ഒരു 10-15 ദിവസമൊക്കെ വെക്കുമല്ലേ അവിടെ? പിന്നെ കുഴപ്പമില്ല, കുഴപ്പമില്ല. സാറങ്ങ് വന്നാൽ മതി. എന്നാ ശരി. എന്ത് പാർസലാണ് ഇത്? അറിയില്ല. അല്ലേ, ശരി സാർ. അമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല ഇത് എവിടെന്നാന്നാ പറഞ്ഞ? അല്ല ഈ അമ്മയുടെ പേരിൽ ഇപ്പൊ എന്ത് പാർസൽ വരാനാണ്? എനിക്കത് മനസ്സിലാവണില്ല. എവിടെന്നാന്നാ പറഞ്ഞ? അഡ്രസ് ഇല്ല അതില്. പറഞ്ഞു. മിലിറ്ററിന്നാണാ? അന്ന് ഇതുപോലെ പൈസ പണ്ടോ എന്തെങ്കിലും ആയിരിക്കോട്ടെ. അങ്ങനക പണ്ടോ? ആന്ന് നമ്മുടെ മറ്റേ വെളുത്തേം വീട്ടിലെ ലക്ഷ്മി കുട്ടിയമ്മയില്ലേ, അവരുടെ കെട്ടിയ മറ്റേ അവിടെ പൈലറ്റ് ആയിരുന്നല്ല. പുള്ളി മരിച്ചു ഒരു 10-25 കൊല്ലം കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു പാർസൽ വന്ന് 10-20 ലക്ഷം രൂപ ഉണ്ടായത്. അങ്ങനെയൊക്കെ വരുമോ? ആ, ഇത് അവിടെ ഇവര് പല മറ്റേ ഇൻഷുറൻസ് ഒക്കെ ചേർന്നിട്ടുണ്ടാവൂലേ, അതിപ്പോ നോമിനീനെ വെച്ചാണ് വൈഫിന്റെ പേരിലായിരിക്കുള്ളൂ. അപ്പൊ അത് മെച്ചുറാവുമ്പോ വരണതാണ്. ഒന്നില്ലേ പൈസ അല്ലെങ്കിൽ പണ്ടം. ഉറപ്പല്ലേ? അല്ലേ 10-15 കൊല്ലം മരിച്ചിട്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, വേഗം പോ. ഞാൻ പോയിട്ട് എന്താ കാര്യം? അമ്മ പോയാലേ സാധനം കിട്ടും പറഞ്ഞില്ലേ? ഏട്ടൻ നേരെ അമ്മാവിന്റെ വീട്ടിൽ പോവാ, അമ്മയെ വിളിക്ക, അമ്മയും കൊണ്ട് പോസ്റ്റ് ഓഫീസിൽ പോവാ, ഇത് മേടിക്ക, ഇങ്ങോട്ട് വരാ. അപ്പൊ പിന്നെ ഓഫീസിൽ കാര്യം നീ പോവോ? ഇന്ന് ലീവ് എടുക്കണം. ആ, അങ്ങനെ ലീവ് ഒന്നും കിട്ടൂല. ഇപ്പൊ പഴയ പോലെ അല്ല, പഞ്ചിങ്ങാണ്. ഇന്നലെ പറയണ ലീവ് വേണമെങ്കിൽ. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് അമ്മയെ വിളിച്ചിരുന്നു. ഞാൻ ഉച്ചമണിക്കാണ് വരാം, എന്നിട്ട് പോയിട്ട് വാങ്ങിക്കാം. ഉച്ച കഴിഞ്ഞൊക്കെ പോയാൽ കിട്ടുമോ? കിട്ടൂലേ? പിന്നെ അത് 10-15 ദിവസം ഉണ്ടാവും. ഒരു 5 മണിക്ക് മുമ്പ് ചെന്നേച്ചാൽ മതി, അത് കുഴപ്പമില്ല. നീ അമ്മയെ വിളിക്കുക, ഞാൻ വരാം. കേറ്. നേരത്തെ വന്നാ. പൈസ എങ്ങനെയാണെങ്കിൽ ജയിച്ചടാ. പൈസ എന്നാ ഇത്? എൻ്റെ അച്ഛാ മരിച്ചിട്ട് 10-15 വർഷമായി. ജീവിച്ചിരിക്കുമ്പോൾ പട്ടാളത്തിൽ നിന്ന് അയച്ചിട്ടുള്ള എന്ത് പാർസലാണ് നമുക്ക് വരാൻ പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിനെങ്ങനെ ഒക്കെ ഈ അമ്മയെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 24 മണിക്കൂറും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിയിരിക്കും. ഇതിപ്പോ എന്നാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞ സമയത്ത് അന്നേരം വലിഞ്ഞു കയറി പോയി മാവേലിത്തറക്കി. അവിടെ ആരുണ്ടമ്മ? ഇത് എന്ത് പാടാടാ? അമ്മയ്ക്ക് അമ്മയുടെ കൂടപ്പറപ്പിനെ കണ്ടേ? ആ പറ്റിയ കൂടപ്പറപ്പ് കാണണ്ട മുതലല്ല അമ്മമാരെ. എന്തിനാടാ പാവം. ഏട്ടാ മിണ്ടാക്ക്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അച്ഛന്റെ ഏതെങ്കിലും ഒരു പെട്ടി വരാൻ ബാക്കിയുണ്ടോ? എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലേ മകളെ. ഞാനുള്ള കാര്യം പറയാല്ല, എങ്ങനെ ഇത് സംഭവിച്ചെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഇനി ഈ പെട്ടികളൊക്കെ കൂടെ പറക്കി വെച്ചപ്പോൾ ഈ പെട്ടി അങ്ങോട്ട് മാറിപ്പോയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അതാണ് ഇത്രയും നാളൊക്കെ കഴിഞ്ഞിട്ട് സാധനം കൊണ്ട് വരൂ. അല്ല, അവർ ഉടനെ മാറ്റി അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഓരോരുത്തർ കെട്ടി. അപ്പോൾ ഒന്ന് അധികം വന്നതാണ്, അതെനിക്ക് പിടികിട്ടുന്നില്ല. ചിലപ്പോൾ ഈ പെട്ടി മറ്റുള്ളവരുടെ പാഴ്സലായിട്ട് അങ്ങോട്ട് പോയാന്നറിയാം. അവരവിടെ ചെന്നിട്ടല്ലേ തിരിച്ച് ഇങ്ങോട്ട് അയക്കാൻ പറ്റൂ. അങ്ങനെയും ആവാം. അല്ല, എനിക്ക് പറഞ്ഞൂടെ എന്തായാലും. എന്താന്ന് ഇത്? ഞാൻ ആലോചിക്കണ 15 അച്ഛൻ മരിച്ചിട്ട് എത്ര വർഷമായിട്ടുണ്ടാവുമ്മ? 15 വർഷം ഇതിപ്പോ 16ാമത്തെ വർഷമാണ്. അതാണ് 16 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പട്ടാളത്തിൽ നിന്ന് എന്ത് പാർസൽ വരാനുള്ളതാണെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഈ സേവനത്തിന്റെ ആ പാരമ്പര്യം അനുസരിച്ച് കണ്ടിരിക്കുന്ന എന്തുവായിരുന്ന സേവനത്തിന്റെ സേവനത്തിന് എന്ത് സേവനം? ഇതെല്ലാരും ചെയ്യണ അച്ഛനും ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊന്നല്ല, അച്ഛൻ നല്ലോണം സേവനം ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര സംഭവമായിരുന്നല്ലേ അമ്മേ? കൊള്ളാം. എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താ അറിയോ? അച്ഛന് ഈ കുറിഭ്രാന്ത് ഉണ്ട്. കുറിഭ്രാന്തോ? ആ, അതായത് എവിടെ കുറി ഉണ്ടെങ്കിലും അവിടെയൊക്കെ പോയി ചേരും. ചിട്ടി 5000-ന്റെ ആണെങ്കിലും വേണ്ടില്ല, 10,000-ന്റെ ആണെങ്കിലും വേണ്ടില്ല, 50 ആണെങ്കിലും വേണ്ടില്ല, 1 ലക്ഷം ആണെങ്കിലും വേണ്ട, അതിലൊക്കെ പോയി ചേരും. പട്ടാളത്തിലുള്ള സമയത്ത് ചിട്ടിയിൽ വല്ലതും ചേർന്നിട്ടുണ്ടാവൂ. പിന്നെ അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. എന്നാ വേറെ ഒന്നും ആലോചിക്കല്ലേ, സംഗതി അതന്നെ. സംഗതി അമ്മ, ഈ 2 മാസത്തെ ലീവിന് വന്നാൽ ഇവിടെ ഒരു കുറി ചേർന്നിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ പോകത്തില്ല. കുറി ഒരു മസ്റ്റാണ്. ചിലപ്പോൾ ഈ ഇവിടെ വന്ന് ഇനി ചേർന്നിട്ട് പോയിട്ട് പിന്നെ എനിക്ക് അയക്കുന്ന പൈസ ഞാൻ എടുത്ത് കുറി അടയ്ക്കും. അല്ല, 15 വർഷം എന്നൊക്കെ പറയുമ്പോ എത്ര പൈസ ഉണ്ടാവും? എങ്ങനെ പോയാലും 10 രൂപ ഉണ്ടാവും.
10 ലക്ഷം കാണും മോളെ. 10 ലക്ഷോ? 10 ലക്ഷത്തിൽ മുന്നോട്ടല്ലാതെ പിന്നോട്ട് വരാൻ കണക്കില്ല. എന്റെ അമ്മ അതൊക്കെ കയ്യോടെ വാങ്ങിക്കണം. അതിനുള്ള യോഗം വേണം. ഈ അമ്മക്ക് അതിനുള്ള യോഗം എന്ത് പറയണെന്ന കാര്യം. അവന്റെ ഒരു അഭിപ്രായടാ വിനാശകാലേ വിപരീത ബുദ്ധി. എനിക്ക് അപ്പോഴങ്ങനെ തോന്നിപ്പോയി. എന്നിട്ട് കിട്ടാതിരിക്കത്തില്ലല്ലോ. ഒരാഴ്ചയെങ്കിലും അവരിവിടെ സൂക്ഷിക്കും. അതിനുശേഷം നമ്മളെ അറിയിച്ചിട്ട് എന്തും ചെയ്യും. ആളില്ലെങ്കിൽ അങ്ങ് പോകണം. ഇവിടെ ഉണ്ടായിരുന്ന കയ്യോടെ വാങ്ങിച്ചിട്ട് പോതാ മതിയായിരുന്നു. പൈസ എപ്പോഴാണെങ്കിലും നിനക്ക് കിട്ടില്ലേ? ഇനിയിപ്പോ നാളെ തിങ്കളാഴ്ച ആയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. നാളെ എന്തായാലും പോണോട്ടോ അമ്മേ. എടാ പിന്നല്ലാതെ ഒരു ദിവസത്തെ താമസമല്ലേ ഉള്ളൂ. നാളെ പോകും. അതല്ല, അമ്മ രാവിലെ എണീറ്റ പാടെ അമ്പലമൊന്നും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവും വരാൻ. അയ്യോ അത് നാളെ പൈസ വാങ്ങിച്ചിട്ട് ഇനി എങ്ങോട്ടും പോകുന്നുള്ളൂ. ഞാനും അവനും കൂടെ എല്ലാം പോകണം. ഞാൻ കാലിന്റെ മുകളിൽ മറ്റേ എണ്ണ കുഴമ്പൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കി പിടിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ കേറുമ്പോ പിന്നെ അവിടെ കയറാൻ വയ്യ, മുട്ട് വളയില്ല, കാല് വളയില്ല എന്നും പറയുന്നത്. അതിന് അമ്മ ഒറ്റയ്ക്കല്ലല്ലോ പോണേ, നീ അല്ലേ കൊണ്ടുപോണേ? ഞാൻ പിന്നെ പോവാതെ പിന്നെ വേറെ ആര് പോവും? നീ കൊണ്ടുപോണം. ഇനി വേറൊരു കാര്യം, ഇത് പൈസ ആണെങ്കിൽ ഈ വീടെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് നല്ലൊരു ടെറസ് വീട് വെക്കും. അമ്മ അതിനുള്ള അനുവാദം തരണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ്. എന്തെന്നറിയാമോ, പുറത്തോട്ട് ഇറങ്ങാൻ നിവർത്തിയില്ല. അതിലേ അങ്ങോട്ട് പോയാൽ അവിടെ തലയിൽ വെള്ളം വീഴും, അങ്ങോട്ട് പോയാൽ അവിടെ വീഴും. അവിടുത്തെ പട്ടികയിൽ എല്ലാം പൊളിഞ്ഞിരിക്കുക. ഇന്നത്തതനുസരിച്ച് ഒരു നല്ല വീട് നമുക്ക് ശരി, എല്ലാം പോയി കിടക്കുക. അമ്മ, മോളിൽ എനിക്കൊരു മുറി വേണം. നിനക്കെന്തിന് പ്രത്യേകിച്ചൊരു മുറി? അതല്ല എന്റെ ബ്യൂട്ടി പാർലറിന്. അത് നല്ലതാ, നല്ല കാര്യം. കാരണം എന്താണെന്നറിയാമോ, ഈ പിള്ളേർ വന്ന് ഇവിടെയൊക്കെ ചവിട്ടി തുടച്ച് ഇല്ലാതാക്കി കളയാ. അവർക്ക് പുറത്തുകൂടെ അതാ നല്ലത്. നല്ലതാ അത്. അല്ല നിന്റെ തയ്യലും അവിടെ മേലിലാക്കിയാലോ? എന്ത് കാര്യത്തിന്? തയ്യലൊന്നും വേണ്ട, അത് നമുക്ക് അവിടെ ചായപ്പ് കിട്ടിയാൽ മതി. എനിക്ക് ചായപ്പം വേണ്ട, ഒന്നും വേണ്ട. അല്ല ഒരു ഷെഡ് വേണ്ടാന്നേ. എന്തിനാ ഇപ്പൊ ഒരു തയ്യക്കട ഇടാനായിട്ട് വെറുതെ പൈസ കൊണ്ടേ കളയണ്? എനിക്ക് പറ്റുമെങ്കിലേ ഈ മാലയ്ക്ക് ഒരു ലോക്കറ്റ് മേടിച്ചു തന്നാ മതി, വേറെ ഒന്നും വേണ്ട. ഓ അയ്യോ, ഒരു ലോക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പാർസൽ വരേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അങ്ങനെ ആവശ്യമാണ് എന്നോട് പറഞ്ഞാൽ പോലെ ഞാൻ വാങ്ങിച്ചല്ലേ. നീ ഇപ്പൊ എല്ലാ മാസവും എനിക്ക് ഓരോന്ന് മേടിച്ച് തന്നിട്ടുണ്ടല്ലോ ലോക്കറ്റ്. പക്ഷെ അത് ഇടാൻ പറ്റില്ലടാ. കൊളുത്തൊടിയും വേറെ മേടിക്കും, കൊളുത്തൊടിയും വേറെ മേടിക്കും. അങ്ങനെയാ. കിട്ടിയല്ലോ. അമ്മക്ക് മറ്റേ പാലെന്തെങ്കിലും എടുത്തോട്. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അമ്മേ. എന്നാ കൊടുക്ക്. അമ്മയ്ക്കുള്ള പാൽ എടുത്തു കൊടുക്ക്. എടാ എനിക്ക് കൊറേ പണിയുണ്ടടാ, ഞാൻ പോട്ടെന്നേ. എടുത്തു കൊടുക്കടി. കണ്ട ആരെങ്കിലും കണ്ട പിന്നെ അവൾ അനങ്ങൂല. എന്റെ പൊന്നു മക്കളെ, എനിക്കിത് കേട്ടപ്പോഴേ വയറ് നിറഞ്ഞു. സത്യം പറയാല്ല, എനിക്ക് ഇതുപോലുള്ള മക്കളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. എനിക്ക് വയറ് നിറഞ്ഞ് എന്നും ഇങ്ങനെ പോയാൽ ഞാൻ പാഷാണം കലക്കി തരും. അല്ല എന്നാ എടുത്തു കൊടുക്കൂലേ? ഞാൻ പോട്ടെ. ഒന്നും കൂടി മുക്കി തിന്ന്. 24 മണിക്കൂറും തീറ്റയും കൂടിയും പഴം വിഴിഞ്ഞ പോലെ ഇവിടെ ഇരുന്നോ, അനങ്ങരുത്. ഈ വീട്ടിലുണ്ടാക്കിയല്ലേ ഇത്, പിന്നെ എനിക്ക് തിന്നാനുള്ള ഒരു അവകാശം ഇല്ലേടി? നിങ്ങൾ ഇവിടെ നടക്കണ വല്ലതും അറിയണ്ടോ മനുഷ്യ? നേരം വെളുക്കുമ്പോ പാർട്ടി എന്ന് പറഞ്ഞ് ഓടും, വൈകുന്നേരം ആകുമ്പോ കേറിയും വരും. ഓ എന്റെ ഇവിടെ എന്തെങ്കിലും നടന്ന നീ കൊണ്ട് തക്കളിയുണ്ട്. നീ നിന്റെ തക്കിളിയുണ്ട്. നിങ്ങൾ അറിയാതെ അതിനപ്പുറം വേറെ ഒന്നും ഞാനും അറിയാതെ ഒന്നും ഇവിടെ നടക്കണമില്ല. പിന്നെന്താണ് എന്നാ കണ്ണിന്റെ മുമ്പിൽ കൂടി ഇപ്പൊ പോകും ലക്ഷങ്ങൾ. നോക്കിയിരുന്നോ? ലക്ഷങ്ങളാ? ക്ലീറ്റോ, പട്ടാളത്തിന്ന് അമ്മയ്ക്ക് എന്തോ പാഴ്സല് വന്നേക്കണ്. അമ്മയ്ക്ക് പാഴ്സല് വന്നു ഇന്നലെ. പക്ഷെ ഭാഗ്യത്തിന് അമ്മ ഇവിടെ ഉണ്ടായില്ല. അവർക്ക് ആർക്കും കിട്ടിയില്ല. അമ്മയുടെ കയ്യിൽ മാത്രമേ കൊടുക്കുള്ളൂ. പാഴ്സൽ അവര് തിരിച്ചു കൊണ്ടുപോയി. നാളെ തിങ്കളാഴ്ച അമ്മയും കനകനും പോയി അതങ്ങ് ഒപ്പിട്ടും കൂടി മേടിക്കും. പിന്നെ എന്താ ഉണ്ടാവണെന്ന് അറിയാലോ? ഒപ്പിട്ടങ്ങ് മേടിക്കുമെന്ന്. എന്ത് സാധനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ ബലമായ സംശയം അച്ഛന് കുറി കൂടുന്ന സ്വഭാവം ഉണ്ടായിരുന്നെന്ന് ഇപ്പൊ അവൻ പറയുന്നുണ്ട്. അമ്മയും പറഞ്ഞു ഇഷ്ടം പോലെ കുറി കൂടിയിട്ടുള്ള മനുഷ്യനാണെന്ന്. ചുരുങ്ങിയത് ഒന്നല്ലെങ്കിൽ ആഭരണം, അല്ലെങ്കിൽ ലക്ഷങ്ങൾ. ഒരു 10 ലക്ഷം രൂപയെങ്കിലും എന്തായാലും അതിനകത്തുണ്ടാവും. 10 ലക്ഷം. ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അവൻ അവിടെ പ്ലാൻ ചെയ്തു തുടങ്ങി. അവൻ പെര പൊടിയാൻ പോണു, അവൾക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കാൻ പോണു. അമ്മ പറഞ്ഞേ, എടാ അവൾക്ക് അവളുടെ ബ്യൂട്ടി പാർലറിന്റെ അപ്പുറത്ത് തങ്കത്തിന്റെ ഒരു തയ്യക്കടയും കൂടി അവൻ തയ്യക്കടയിൽ ഇവിടെ പറ്റില്ല. അത് വല്ല പുറത്ത് വല്ല മാറ്റി വല്ല ഷെഡിൽ ഇട്ട് കൊടുക്കാന്ന്. അതിനിവിടെ ഇരുന്ന് ചപ്പാത്തി എന്നിട്ട് കാര്യമില്ല. അവിടെ പോയി ചോദിക്കണം. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് അറിയാം. ഇത്ര നാള് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ സാധിച്ചു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തന്നിട്ടുണ്ടോ? ഇപ്പോഴും ഈ കാര്യമൊക്കെ ഞാൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അറിയില്ലല്ലോ. ഈ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. ഈ പൈസ എങ്ങാനും അവൻ മുഴുവൻ എടുത്തിട്ട് പോയാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. അതെങ്ങനെ അവൻ എടുക്കും? നമുക്ക് കൂടെ അവകാശപ്പെട്ട് നമ്മുടെ പൈസയാണ്. അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കിടന്ന് ചലിച്ചിട്ട് കാര്യമില്ല. എന്റെ ഭർത്താവിന് കഴിവാണ് അത് ചോദിച്ച് മേടിച്ചെടുക്കാൻ. ഞാനത് ചോദിക്കാം.
നമുക്കറിയാം എന്താ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അവൻ മാത്രം അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ അങ്ങനെ വിട്ടു കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ? ആഹാന്നല്ല. എന്നാ അവനൊരു കൂടപ്പറപ്പുണ്ട് ഞാൻ. അമ്മയ്ക്കൊരു മരുമോനും കൂടി ഉണ്ട്, ക്ലീറ്റോ. അയാളൊരു പാർട്ടിയിൽ നിലയും വിലയുള്ള ഒരാളാണ്, പൊതുസമൂഹത്തിൽ ഒരു നിലയും വിലയുള്ള ആളാണെന്ന് അവൻ കരുതുന്നുണ്ടോ? അവൻ നിങ്ങളുടെ കാര്യമേ വിചാരിക്കുന്നില്ലല്ലോ. അവനും അവക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള വഴി മാത്രം നോക്കണം. ഓ അത് ശരി. അവൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാം. അതെ, ചിലപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആങ്ങളെ എന്ന് പറഞ്ഞ് നിൽക്കരുത് കേട്ടോ. ഈ കാര്യത്തിൽ ഞാൻ വരില്ല, പക്ഷെ ഇതെനിക്കൊന്ന് നടത്തി തരണം. എല്ലാ കാര്യത്തിലും പോലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നടന്നാൽ പോരാ, കുറച്ചൊക്കെ വീട്ടിലെ കാര്യങ്ങളും കൂടി നടത്തിത്താ. നീ നോക്കിക്കോ, ക്ലീറ്റ് ആണാണ് അല്ലേ നിനക്ക് അറിയാം. ഞാൻ കാണിച്ചു, ഞാൻ തെളിയിച്ചിരിക്കും. നീ നോക്കിക്കോ. തെളിയിക്കാദ്യം നടത്തണേ. നടത്തിയിട്ടേ ഞാൻ വരൂ. അളിയോ ഇത് വാ. എന്താണ്? അതെ, എന്താണ് അളിയൻ്റെ പ്ലാനിങ്? എന്താ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞായറാഴ്ച അല്ലേ, ശരിയായിട്ട് പുറത്തൊന്ന് പോകണം. ചിലപ്പോൾ അവളെ കൊണ്ടൊരു സിനിമയ്ക്ക് പോകും, അത്രേ ഉള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ച. തിങ്കളാഴ്ച നാളെ വർക്കിംഗ് ഡേ ആണ്. പോസ്റ്റ് ഓഫീസിൽ ഒരു പാഴ്സൽ വന്ന് കിടപ്പുണ്ടല്ലോ അച്ഛൻ്റെ. കിടപ്പുണ്ട്. ആ പൈസ എന്ത് ചെയ്യാനാണ് അളിയൻ്റെ പ്ലാനിങ്? ഈ വന്ന പാർസല് പൈസയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെ പൈസ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു ആൾ സർക്കാർ സർവീസിൽ നിന്നൊക്കെ പെൻഷനായി കഴിഞ്ഞ് കുറേ വർഷം കഴിയുമ്പോഴായിരിക്കും ശിഷ്ടമായിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വരുന്നത്. അതായിരിക്കുമല്ലോ, അതായിരിക്കും. അങ്ങനെയൊന്നും പറയണ്ട. എന്നാ അതാണ്. അങ്ങനെ ആണെന്ന് നീ എങ്ങനെയാണ് ഉറപ്പിക്കണത്? ഞാൻ ഉറപ്പിച്ചു അതാണെന്ന്. പൈസ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റെന്തെങ്കിലും ആയിരിക്കും. അതിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശം എന്നാണ് എനിക്കറിയേണ്ട. പൊന്നളിയ, ഇത് എൻ്റെ അച്ഛൻ്റെ മുതല് അച്ഛൻ അമ്മയ്ക്ക് അയച്ചത്. ഇത് ഞങ്ങൾ പോയി വാങ്ങിച്ചോളാം. നീ എന്തിനാ നിന്റെ കിടന്നിട്ട് വരക്കാൻ നിൽക്കണത്? എന്നാൽ ഇതേ അച്ഛൻ്റെ ഇതേ അമ്മയിലുള്ളൊരു മോളാണ് അപ്പുറത്ത് താമസിക്കുന്നത്. അവളുടെ കെട്ടിയവനാണ് ഈ ഞാൻ. അതേ അവകാശം വെച്ചാണ് ഞാനിപ്പോൾ നിന്നോട് ചോദിക്കുന്നത്. എൻ്റെ ക്ലീറ്റസ്, ഇത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇത് പിന്നെ നീ എന്നോട് പറയണത് എന്തിന്? അല്ല, എൻ്റെ പൊന്നടിയും ചില സമയത്തൊക്കെ അങ്ങ് മറക്കാറുണ്ട്. പൈസയുടെ കാര്യം പറയുമ്പോഴും അവകാശം പറയുമ്പോഴും അളിയന് ഒരു ബന്ധമല്ല, സ്വന്തമല്ല. നീ ഒറ്റയ്ക്കെങ്ങാണ്ട് ഈ വീട്ടിൽ വളർന്ന പോലെയാണ് നിന്റെ പ്രവൃത്തികൾ. നീ ഇപ്പൊ ഇതിന് അവകാശം വെക്കുമെന്നാണോ? അല്ല, അവകാശമൊന്നുമല്ല. ഇത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തോളാന്ന്. അങ്ങനെ നിനക്ക് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല. ഇത് നേരെ 50-50 ആക്കണം എന്തായാലും. എടാ, ഈ വരാൻ പോകുന്ന സാധനം എന്താന്ന് പോലും അറിയില്ലല്ലോ. പിന്നെ നീ 50-50 എന്തായാലും അത് വിലപിടിപ്പുള്ള സാധനം. സൗകര്യമല്ല, ചെയ്യൂല ഞാൻ. അത് എന്ത് ചെയ്യും? ചെയ്യൂലെങ്കിൽ നമുക്ക് കാണാം. ചെയ്യൂലടാ, ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടേക്കാം. നീ എന്ത് ചെയ്യും? നിനക്ക് ഇതാണ് പറയുന്നത്. നിനക്ക് പൈസയും ഇതും വരുമ്പോ ആക്രാന്തമാണ് അളിയാ ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള. വെറുതെ വേറെ അടുത്തന്നെ മുതൽ കിട്ടാൻ വേണ്ടി ഞാൻ വായും പൊളിച്ചു. വേറെ വല്ലവന്റെ മുതലുള്ള സ്വന്തം അമ്മാവന്റെ അവകാശം. നീ ഒറ്റയ്ക്ക് അതങ്ങനെ അങ്ങ് വിഴുങ്ങാന്ന് വിചാരിക്കണ്ട കേട്ടാ. പാട്ട് പോടാ. ജമന്തി, അമ്മ വിളി. ഞാൻ പോ. എവിടെ പോയി? ഈ സാധനം വാങ്ങിക്കാൻ പോണ്ടേ? പോസ്റ്റ് ഓഫീസിൽ പോണ്ടേ? അമ്മ പോയി. പോയോ? അപ്പൊ ഈ സാധനം വാങ്ങിക്കണ്ടേ? ആ സാധനം മേടിക്കാൻ തന്നെ പോയിന്ന് പറഞ്ഞേ. ആരെ കൂടെ? ക്ലീറ്റോ ചേട്ടന്റെ കൂടെ. എടി പോട്ടെ, നീ ഉണ്ടായിരുന്നില്ല ഇവിടെ. ഞാൻ ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നോട് അനുവാദം ചോദിച്ചിട്ടാണോ നിങ്ങളുടെ അമ്മ പോയത്? ഇത് ഭയങ്കര കഷ്ടാട്ടോ, തെമ്മാടിത്തരാണിത്. ഈ തള്ള ഇത് എന്തിനു ഭാവിച്ചിട്ടാണ്? എന്തിനാ അമ്മേ പറയണേ? ഇവിടെ ഉണ്ടല്ലോ കുരുട്ടുബുദ്ധി നിറഞ്ഞൊരു സാധനം. എടി, അപ്പൊ നിനക്ക് മാ തുറന്ന് പറയാറുന്നില്ല ഞാൻ പോയിട്ട് തിരിച്ചു വരാം എന്നിട്ട് പോയാൽ മതി എന്ന് പറയണേ? അതിന് എന്നോട് പറഞ്ഞിട്ടല്ല പോയത്. ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായത്. വിളിച്ചു ചോദിക്കേ, കുഞ്ഞാന്റെ പെങ്ങള് സാധനം. തങ്കം, തങ്കം, ഇവിടെ എന്താടാ? എങ്ങടെ അമ്മ പോയി? അമ്മ എങ്ങടെ പോയിന്ന്? പോസ്റ്റ് ഓഫീസിൽ പോയതല്ലേ? ക്ലീറ്റസോ? പോസ്റ്റ് ഓഫീസിൽ പോയി. പോസ്റ്റ് ഓഫീസിൽ ഞാൻ പൊക്കളെന്ന് പറഞ്ഞാണല്ലോ ഇവരോട്. നീ എന്തിനാ വെറുതെ ലീവ് എടുക്കണേ? അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ക്ലീറ്റോ ഇല്ലേ? നിന്റെ അഭിനയം എന്നോട് വേണ്ട കേട്ടാ. നിന്റെ അഭിനയൊക്കെ വന്നാവുണ്ട്. അതൊക്കെ അതിന് പറ്റനോട് കാണിച്ചാൽ മതി. നിന്റെ ക്ലീറ്റസിന്റെ മുമ്പിൽ കാണിച്ചോ, എന്നോട് കാണിക്കണ്ട കേട്ടാ. ഞാൻ കാണിക്കും. നിനക്ക് എന്താ വീട് പൊളിക്കണം? അതിന്റെ മുകളിൽ അവക്ക് ബ്യൂട്ടി പാർലർ ഇടണം. ഞാൻ പിന്നെ എടുത്തു വന്നതാ? എന്നെ അറക്കിപ്പൊടി കൊടുത്ത് മേടിച്ചതാ? നിനക്ക് വേണമെങ്കിൽ നിനക്ക് തരാടി. അതിനെന്താണ് കുഴപ്പം? നിനക്ക് തരാതിരിക്കും എന്തെങ്കിലും? നീ എന്നോട് ആലോചിച്ചാ വീട് പൊളിക്കുന്ന കാര്യം? എന്ത് കിട്ടിയാലും പപ്പാതി.
ആ അങ്ങനെ തന്നെ തിന്നാൻ നോക്കണ്ട കേട്ടാ. ആ വരുമല്ലോ, ആ, വരട്ടെ. വരുന്ന പടക്കന്നല്ലേ? ആ. ആ ഞാൻ കാണിച്ചു തരാം. ആ, പിന്നെ? എനിക്കറിയാം എന്താ വേണ്ടത് കേട്ടാ. ആ. നിന്നെ പോലെ തന്നെ അവകാശം അതെ, എനിക്കുണ്ട്. നിങ്ങളൊക്കെ നോക്കുന്നോണ്ടുള്ള കുഴപ്പമാണ്. അയ്യോ, എന്നെ നോക്കി അങ്ങ് ബാക്കിയായി പാവം. വരട്ടെ. ആ പോടാപ്പാ. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം കേട്ടാ. ആ അങ്ങോട്ട് വരട്ടെ. അങ്ങനെ ഒറ്റയ്ക്ക് കമത്താനുള്ള പരിപാടി ഞാൻ ശരിയായിരുന്നു. ഈ അമ്മത് എന്ത് കണ്ടിട്ടാണ്? ഒരുപാട് ചേരുവകൾ ചേർന്ന സാധനമാണ് മധുരം മധുരം. ഇങ്ങനെയുള്ള സന്തോഷ സമയത്തെങ്കിലും മധുരം കഴിക്കണ്ടേ അമ്മ? മധുരം മുഴുവൻ അവൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. അമ്മയായിട്ട് ഇത് അവൻ്റെയോട് പറയാതിരുന്നാൽ മതി. അല്ലാതെ അവൻ ഇത് വാങ്ങിച്ചോണ്ട് തരുമെന്ന് തോന്നലുണ്ട് അമ്മയ്ക്ക്. ഞങ്ങൾ കുടിച്ചു നോക്ക്, കുടിച്ച അമ്മ ഇനി ഒരെണ്ണം കൂടെ വേണമെന്ന് പറയും. അതുകൊണ്ട് അതെല്ലാം മുഴുവൻ ഫ്രൂട്ട്സും ചേർന്ന സാധനം. എടാ പോസ്റ്റ് ഓഫീസ് എപ്പോൾ തുറക്കും? നമ്മളിത് കുടിച്ച് തീരുമ്പോൾ അമ്മമാർ തുറക്കും. ഒരു 5 മിനിറ്റ്. അമ്മേരെ മോനെ പോലെ തന്നെ ഉത്തരവാദിത്തം ഇല്ലാത്തമാരാ, സമയത്ത് തുറക്കൂല. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട? പക്ഷേ മധുരം കുടിച്ചാൽ ഇനി എന്താണെന്ന് എനിക്ക് പേടിയാ. ഒന്നുമില്ല അമ്മ, നീ എന്തോ നോക്കാം. അവനെ അറിയിക്കല്ലേ പൊന്നെ, കൊല്ലുക. ഞാൻ പറയുന്നില്ല അവൻ്റെ അടുത്ത്. എടാ നീ എന്നെ വേറെ എന്തിനാന്ന് വാങ്ങിച്ചു തരാന്ന്? കട്ട്ലറ്റ്. ആ കട്ട്ലറ്റ് അത് നമ്മൾ ഇവിടുന്ന് ആ പാഴ്സൽ വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കിയിട്ട് നമ്മൾ അവിടെ പോയി പൊട്ടിക്കുന്നതൊക്കെ വീട്ടിൽ ചെന്നിട്ട് എങ്കിൽ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ കൈപ്പറ്റിയതിന് ശേഷം നമ്മൾ പോണ വഴിയിൽ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, കട്ട്ലറ്റ്, പിന്നെ വേറെ ലഡു വേണോ? നല്ല ലഡു കിട്ടുന്ന കടയുണ്ട്. അത് ഇത് കുടിച്ച് നോക്കട്ടെ. എനിക്ക് ഇപ്പം തന്നെ എനിക്ക് വയറല്ല. ഏട്ടാ മിണ്ടട കൊണ്ട മൂന്ന് അകത്ത് കയറിയിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? അകത്തിരിക്കുകയാണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കണല്ലേ, പിന്നെ ഇവിടെ ഇരുന്ന കുഴപ്പം? പിന്നെ എന്തെങ്കിലും കാണിക്കും. നീ വേണം അകത്ത് പോയിരുന്നു. ഏട്ടാ അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഓ പിന്നെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അമ്മ പോയി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് വരട്ടെ. ഞാൻ വരട്ടെ. ഇതെന്താ ഇത്ര നേരം എടുക്കണ ഏട്ടാ? മെല്ലെ ഇറങ്ങി വാമ്മ, ഞാൻ പിടിക്കാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. ശരി. അതെ, അമ്മയോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? എന്ത്? ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞില്ലേ? ആരോടാണ് നീ സംസാരിക്കുന്നത്? എന്റെ അമ്മയാണ്. വയസ്സിന് മൂത്തവരോട് സംസാരിക്കേണ്ട. അല്ല മോനെ, പിന്നെ ഇവൻ പറഞ്ഞ് മോന് ജോലിക്ക് പോകണം, അതുകൊണ്ട് ഇവിടെ അങ്ങോട്ട്, അതുകൊണ്ട് അവൻ കൂടെ വരാമെന്ന് പറഞ്ഞു. എന്റെ മോനെ എത്ര സ്ഥലത്ത് അവൻ നിർത്തിയെന്ന് അറിയാമോ? എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാലോ. ഞാൻ അമ്മയെ കൊണ്ടുപോയിട്ട് ഈ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ടേ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിപ്പോ എന്താണ് നീ വെറുതെ ജോലിക്ക് പോകാതിരിക്കണതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഒരാൾ വെറുതെ നിൽക്കില്ലേ? ഇങ്ങനെയുള്ള ഒരു സഹായം ചെയ്ത് അതും കുറ്റമാണ്. എന്താ ഇവിടെ പ്രശ്നം? സാധനം മേടിക്കാൻ എന്റെ ക്ലീറ്റോ പോയിട്ടുണ്ട്. എന്റെ മോനെ, ഇവൻ എന്നെ പറ്റിച്ചതാണല്ലോ. നീ വരത്തില്ല, അവൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയതാണ്. ജോലിക്ക് പോകണം, ഇന്ന് അത്യാവശ്യമുള്ള കാര്യമുണ്ടെന്നോ. ഇവൻ കള്ളനാണെന്ന് അമ്മയ്ക്ക് മുമ്പേ അറിഞ്ഞൂടെ? കനക അനാവശ്യം പറയരുത്. എന്ത് കള്ളൻ? അതാ പിന്നെ നീ സർക്കാർ സാധനം ഇവിടെ എത്തിയില്ലേ? അതാണെന്ന് ഒരുത്തരൊരു സഹായം ചെയ്തെന്ന് വെച്ചാൽ നീ ഇനി എന്ന് പറഞ്ഞ് നടക്കണ്ടല്ലോ. അല്ല മോനെ, കുഴപ്പമില്ല മോനെ, ഞാൻ സാധനം കൊണ്ടുവന്നല്ലേ. പിടിച്ചോ. അമ്മയ്ക്ക് ഒരു മാത്രം എന്തായിരുന്നു? അമ്മ അപ്പൊ മോളെടുത്ത് പറഞ്ഞല്ലോ, മോളെടുത്ത് തന്നെ പറയണത് എന്താ അത്ര നിർബന്ധം അല്ലേ? അമ്മ എവിടെ കൊടുക്കാതെ? ഇനിയിപ്പോ അത് ഇതും പറഞ്ഞ് നിൽക്കണം, നമുക്ക് താഴെ പോയി പൊട്ടിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ വെച്ച് പൊട്ടിച്ചോ. വേണ്ട, ഇവിടെ വെച്ച് പൊട്ടിക്കാൻ വേണ്ട, അമ്മ നാളെ കൊണ്ടോക്കോ. അല്ല, ഞാൻ ഇവിടെ വെച്ചാ പൊട്ടിച്ചോ. വേണ്ടാന്ന്. വേണമെന്ന്. എന്തിനാ നിങ്ങൾ താഴെ കൊണ്ടോക്കോ? ഇല്ല ഇല്ല. പൊന്നളിയാ, ഇത് എവിടെ വെച്ച് പൊട്ടിച്ചാലും ഇതിന്റെ പകുതി മതി ഞങ്ങൾക്ക്. പകുതി നിങ്ങൾക്കുള്ളതാ. ഞങ്ങൾക്ക് പകുതി വേണ്ട, മുഴുവൻ നിങ്ങൾ എടുത്തോ. അതങ്ങനെ ശരിയാവും. അതെങ്ങനെ ശരിയാവും? അതെങ്ങനെയാ? നിങ്ങക്ക് വീട് പണിയണ്ടേ, പാർലർ ഇടണ്ടേ? എന്റെ മോക്ക് നീ വിളിക്കാൻ കണ്ടോ? ഞാൻ ഇരിക്കും. അവള് സത്യമല്ലേ പറഞ്ഞ? ഞാൻ എന്റെ വീട്ടിൽ വെച്ചാ പൊട്ടിക്കുന്നുള്ളൂ, തീർന്നല്ലോ. എന്റെ വീട്ടിൽ വെച്ച് എനിക്ക് അറിയാതെ പൊട്ടിക്കാം. അങ്ങോട്ട് മാറി. ഞങ്ങൾക്ക് അതിന് പരാതിയൊന്നുമില്ല. എവിടെ വെച്ച് പൊട്ടിച്ചാലും പകുതി ഞങ്ങൾക്കുള്ളതാ. എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്യും. എന്നാ പിന്നെ അമ്മ ഇവിടെ ഇരുന്ന് പൊട്ടിക്കും. ഇരിക്കമ്മ അങ്ങോട്ട്. മക്കളങ്ങോട്ട് പിടിച്ചാണ്. അങ്ങനെ പിടിക്കണേ. ഞാനില്ല, ഞാനും മോളല്ലേ. മോളൊക്കെ തന്നെ, നീ അവിടെ നില്ല. മക്കളങ്ങോട്ട് മാറ്, മക്കളങ്ങോട്ട് മാറ്. കാറ്റ് കൊടുക്കാം അമ്മയ്ക്ക്. അമ്മ ഒരുപാട് ക്ഷീണിച്ച്. ഞങ്ങളിത് എങ്ങനെ മക്കളെ അങ്ങനെ പൊട്ടിക്കുന്ന പൊട്ടിച്ചാണ് അത് അവള് തങ്കം പൊട്ടിക്കും. മോനെ പൊട്ടിച്ചോ? പെട്ടെന്നാവട്ടെ. അമ്മ തിരിച്ചു നോക്ക്, തിരിച്ചു നോക്ക്. ഞാൻ പൊട്ടിക്കാം. അല്ല പൊട്ടത്തില്ല. ഒരു പിച്ചാത്തി എടുത്തോണ്ടോ? പിച്ചാത്തി ഒന്നും വേണ്ട, ഞാൻ പൊട്ടിക്കാം. ഒന്ന് ഇടാ. ഓ, അത് പൊട്ടിക്കാൻ ഒരു 10,000 ആളൊന്നും വേണ്ട. എനിക്ക് തന്നില്ല.
എന്തോന്ന് തരാ അവളും കൂടെ പൊട്ടിക്കട്ടെ. ആ എന്താണ് എന്ത് നീ മരുമോളാണ്, ഇത് മോളാണ് കേട്ടോ. ആരായാലും ഇത് പൊട്ടിക്കാനായിട്ട് ഒരു 100 പേര് വേണോ? എടി ഒന്ന് ഒരു സാധനം ഇങ്ങോട്ട് വാ. ഞാൻ നോക്കട്ടെ ഇതെന്താ എഴുത്താണ് വായിച്ചാണ്. ഓ അത് അപ്പൻ്റെ എഴുത്താവും. ആ, അതൊക്കെ മാറ്റി വെക്കാം. അത് ഒന്ന് വായിക്കടാ. അമ്മ അത് പിന്നെ വായിക്കാം. അക്ഷരം മാഞ്ഞൊന്നും പോവില്ല, അത് പൊട്ടിക്കുന്നേ. വായിക്കട്ടെ. വായിക്കുന്നു. പെട്ടെന്ന് വായിക്കും. വായിക്കട്ടെ എന്നോട്. പ്രിയപ്പെട്ട രത്നമ്മയ്ക്ക് വളരെ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞാനും വീരഭദ്രൻ നായരും 1995 ലഡാക്കിൽ ഒരുമിച്ച് ജോലി ചെയ്ത സമയത്ത് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ രത്നമ്മയ്ക്ക് തരാൻ വേണ്ടി ഒരു സമ്മാനം അദ്ദേഹം തന്നുവിട്ടിരുന്നു. നിർഭാഗ്യവശാൽ എൻ്റെ ഭാര്യ അതെടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് രത്നമ്മയ്ക്ക് അന്ന് അത് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ കുറ്റബോധം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈയിടെയായി ഉറങ്ങാനേ കഴിയുന്നില്ല. സ്വപ്നങ്ങളിൽ ഇടയ്ക്കിടെ ഹവീൽദാർ വരികയും എൻ്റെ നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു. എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അതിന് പകരമായി അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു സമ്മാനം ഞാൻ അയക്കുകയാണ്. എന്നോട് ക്ഷമിച്ച് അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഹവീൽദാർ കുഞ്ഞിരാമൻ പിള്ള. ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അതെ അല്ലേ? കഴിഞ്ഞല്ലേ? നീ പൊളിക്ക്. തുറക്കാൻ തൊട്ട് ഇത് പൊളിക്കാൻ അങ്ങോട്ട്. അതിനുള്ളിൽ തൂത്ത് പിടിച്ചേ. തങ്കം ഒന്ന് പിടിച്ചേ. തങ്കം ഉടഞ്ഞ് പൊളിച്ച്. തങ്കം ഒരു സൈഡ് പിടിച്ച് പിടിക്ക്. ഇതെന്താ ഇത്? ഇതെന്താ കമ്പിളിപ്പതപ്പാ. എന്നാ കൊണ്ടോക്കോ, കൊണ്ടോക്കടാ. പതി മുറിച്ച് കൊണ്ടോക്കാ. നീ എനിക്ക് 50-50 വേണ്ടേ? അമ്മ മുറിച്ചിട്ട് പകുതി അവന് കൊടുക്കുക. അവന് 50-50 വേണമെന്ന്. പകുതി മുറിച്ച് കൊണ്ടോ. നീ നോക്കണ എന്തോ അമ്മ പകുതി മുറിച്ചിട്ട് ഒരു കഷ്ണം അവന് കൊടുക്കും. നീ എടുത്തോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടേ വേണ്ട. വന്നാടി 250 പോയി. ഓട്ടോറിക്ഷയും കട്ട്ലറ്റും ജ്യൂസും ഒക്കെ കൂടെ. കുറച്ച് വൈകിയാണെങ്കിൽ എനിക്ക് കിട്ടി കേട്ടാ. പക്ഷെ ഇതാണ് സമ്മാനം ഞാൻ അറിഞ്ഞില്ല. Alien versus Alien.